എനിക്ക് പേഴ്സണലി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മസാലകളിലെ ഒരു ഫ്ലേവറാണ് മല്ലിയില. അതിപ്പം ഏത് കറിയുടെ കൂടെ ആണെങ്കിലും ആ കറിയെ വേറൊരു ലെവലിലേക്ക് കൊണ്ടുവരുന്ന ഒരു കഴിവ് മല്ലിയിലയ്ക്കുണ്ട്. അപ്പം നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് വെറും ഒരു പിടി മല്ലിയും അതുപോലെ തന്നെ ചെറിയൊരു ഗ്രോ ബാഗും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കിഡിലിനായിട്ട് മല്ലിയില കൃഷി നടത്താവുന്നതാണ്. അപ്പോൾ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓരോ ആഴ്ചയിലെയും മല്ലിയുടെ വളർച്ച ഞാൻ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മുടെ ചാനലിൻ്റെ പേര് മാറ്റിയത് കുറച്ച് ഒട്ടുമിക്ക ആൾക്കാരൊന്നും അറിഞ്ഞിട്ടില്ല. കാരണം ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തായിരുന്നു, ആരൊക്കെ അറിഞ്ഞു. അപ്പം ഒരു 60-70% ആൾക്കാർ അറിഞ്ഞിട്ടില്ല നമ്മൾ പേര് മാറ്റിയത്. കാരണം നമ്മുടെ പഴയ പേര് പാരഡൈസ് ഓഫ് കുക്കിംഗ് എന്നായിരുന്നു. ഇപ്പം നമ്മൾ മാറ്റിയിരിക്കുന്നത് ബോണപ്പറ്റി / എൻ്റെ പേര് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ബോണപ്പറ്റി എന്താണ് ബോണപ്പറ്റി എന്ന് കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്. ആൾക്കാർ ബോണപ്പറ്റിറ്റ് എന്നാണ് പറയുന്നത്, ബോണപ്പറ്റിറ്റ്. കാരണം അതിൻ്റെ ഒന്നാമത്തെ കാര്യം അതിൻ്റെ പ്രൊനൗൺസിയേഷൻ തെറ്റാണ്. ബോണപ്പറ്റി, അവസാനത്തെ ടി സൈലൻ്റ് ആണ്. അപ്പോൾ ബോണപ്പറ്റി എന്നാണ് വിളിക്കുന്നത്. ഇനി അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുവാണ് ബോണപ്പറ്റി മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിളിൽ പറഞ്ഞു തരും. ഇറ്റ് ഈസ് എ സല്യൂട്ടേഷൻ ഗിവൻ ടു ദ പേഴ്സൺ അബൌട്ട് ടു ഈറ്റ്. അതായത് ഒരാൾ കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പം ഒരു സല്യൂട്ടേഷനായിട്ട് കൊടുക്കുന്ന ഒരു സംഭവമാണ് ബോണപ്പറ്റി. സല്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ട്രിപ്പ് പോകും, ഒരു ലോങ് ടൂറ് പോവുക. അപ്പം ആൾക്കാർ പറയും ഹാപ്പി ജേണി എന്നൊക്കെ പറയും. പിന്നെ ബോൺ വോയേജ് എന്ന് പറയുമ്പം നമ്മളിപ്പം കപ്പലിൽ യാത്രയൊക്കെ ചെയ്യുമ്പം ബോൺ വോയേജ് എന്ന് പറയും. അതൊരു സല്യൂട്ടേഷനാണ്. അതുപോലത്തെ ഒരു നമ്മൾ കഴിക്കാൻ പോകുമ്പോഴൊരു സല്യൂട്ടേഷൻ തരുന്ന ഒരു പേരാണ് ബോണപ്പറ്റി. വലിയ 5 സ്റ്റാറും 7 സ്റ്റാർ റെസ്റ്റോറൻറ്റിലൊക്കെ നമുക്ക് ഇങ്ങനെ ഒട്ടിച്ച് എഴുതിയൊക്കെ വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും, ബോണപ്പറ്റി. അപ്പോൾ അങ്ങനെ ഒരു പേര് കിട്ടിയപ്പോൾ എനിക്ക് ഇച്ചിരി കൗതുകമായിട്ട് തോന്നി, അതുകൊണ്ട് ഞാൻ ഇട്ടതേ ഉള്ളൂ. അപ്പോൾ ഇനി തൊട്ട് നമ്മുടെ ചാനലിൻ്റെ പേര് ബോണപ്പറ്റി എന്നാണ്, പാരഡൈസ് ഓഫ് കുക്കിംഗ് എന്നല്ല. അപ്പോൾ ഞാനതൊന്ന് മാറ്റിയിട്ടുണ്ട്, എല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. 1-2 വീഡിയോ ഒക്കെ നമ്മൾ ഷൂട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടാത്തതുകൊണ്ട് പറ്റിയിട്ടില്ല. അപ്പം ഇന്നോട്ട് നമ്മൾ ഇനി റെഗുലറായിട്ട് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങുകയാണ്. അതായത് നമ്മളിപ്പം പുതിയ ചാനലിനോട് കൂടി പുതിയ സംഭവമൊക്കെ നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് ലൈഫ് സ്റ്റൈൽ വീഡിയോ ഇനി ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഫുഡ് വ്ലോഗിൻ്റെ വീഡിയോ, ട്രിപ്പ് വീഡിയോ, അതൊക്കെ നമ്മളിനി നമ്മുടെ ചാനലിലൂടെ ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നത് മാത്രമല്ല, കുറച്ചുകൂടെ വിപുലീകരിച്ചിരിക്കുന്നത്. അപ്പം എല്ലാവരും കട്ട സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് താഴെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ഇനി ഞാൻ കൂടുതൽ നീട്ടുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം നമുക്കിവിടെ ആദ്യമായിട്ട് വേണ്ടത് കുറച്ച് മല്ലിയാണ്. അതായത് ഒരു 10-200 ഗ്രാമോളം മല്ലി ഞാൻ തൊട്ടപ്പുറത്ത് കടയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എവിടെ നിന്ന് എടുത്താലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ടായിരുന്ന മല്ലിയായിരുന്നു. അപ്പോൾ നമുക്കിനി അതിനുശേഷം ഒരു വെള്ള പേപ്പർ എടുക്കണം. ഇതുപോലത്തെ ഒരു A4 സൈസ് ഷീറ്റ് വെള്ള പേപ്പർ എടുക്കുക. അതിനുശേഷം നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരിക്കുന്ന മല്ലി ഒന്ന് വെതറി സ്പ്രെഡ് ചെയ്തിടുക. അതിനുശേഷം അതിൻ്റെ മേളിലേക്ക് സെയിം അളവിൽ തന്നെ ഉള്ളൊരു പേപ്പർ വെച്ച് കവർ ചെയ്യുക. അതിനുശേഷം നമുക്ക് നമ്മുടെ ചപ്പാത്തിയുടെ റോഡുണ്ടല്ലോ പരത്തുന്ന, അത് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് അമർത്തി ഒന്ന് പരത്തുക. ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ സോഫ്റ്റായിട്ട് കുഴയ്ക്കരുത്, ഒന്നും പരത്തരുത്, ഇച്ചിരി ഹാർഡായിട്ട് തന്നെ പരത്തുക. അപ്പോൾ ആ പേപ്പർ നമുക്കൊന്ന് പൊക്കിയതിന് ശേഷം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഓരോ മല്ലിയും പകുതിയായിട്ട് പൊടിഞ്ഞു വീണിരിക്കുന്നതാണ്. അപ്പോൾ അഥവാ പൊടിഞ്ഞു വീണിട്ടുണ്ടെങ്കിൽ കൈ വെച്ച് ഇങ്ങനെ ഒന്ന് അമക്കി പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിവിടെ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുക്കണം, പച്ചവെള്ളം, ഒരു പകുതി ഗ്ലാസ് വെള്ളം എടുക്കുക. അതിനുശേഷം ഈ മല്ലിയൊക്കെ നമുക്ക് ആ വെള്ളത്തിലോട്ടിടാം. മല്ലി നേരെ നമുക്ക് പാകാൻ പറ്റത്തില്ല, വെള്ളത്തിൽ വെച്ചൊരു മിനിമം ഒരു ദിവസമെങ്കിലും കുതിർത്തിട്ട് പാകാൻ പറ്റത്തുള്ളൂ. അതിനാണ് ഞാനിവിടെ വെള്ളത്തിൽ ഇങ്ങനെ ഇടുന്നത്. അപ്പോൾ നമ്മുടെ വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്നെങ്കിൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെ വെക്കുക, അല്ലെങ്കിൽ ഇന്ന് വൈകിട്ട് വെച്ചിട്ട് നാളെ രാവിലെ എടുക്കുക. അപ്പോൾ ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗ്രോ ബാഗാണ്. അതായത് ഒരു 20 രൂപ മുടക്കി കഴിഞ്ഞാൽ ആർക്കും മേടിക്കാൻ പറ്റുന്നൊരു സംഭവമാണ് ഗ്രോ ബാഗ്. അതായത് ഇപ്പം മണ്ണൊന്നും ഇല്ലാത്ത ആൾക്കാർക്കും ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്കും ഭയങ്കരമായിട്ട് ഉപകരിക്കുന്ന ഒരു സാധനമാണ് ഗ്രോ ബാഗ്. വെളിച്ചം കിട്ടുന്ന എവിടെ വെച്ചാലും നമ്മുടെ ഈ ഒരു മല്ലിച്ചെടി വളരുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ പറമ്പിൽ നിന്ന് കുറച്ച് മണ്ണെടുത്ത് ഇതിനകത്തോട് നിറയ്ക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ ഗ്രോ ബാഗിലോട്ട് കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കാം. അതായത് ഒരു കരണ്ടി വെച്ചോ മമ്മട്ടി വെച്ചോ നമുക്ക് മണ്ണ് നിറയ്ക്കാം. ഒരു പകുതി മുക്കാലോളം മണ്ണ് നിറയ്ക്കുക. അതിനുശേഷം മണ്ണൊന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കമ്പോസ്റ്റാണ്, കമ്പോസ്റ്റ് വളമാണ്. അതായത് നമുക്കൊരു 30-35 രൂപ കൊടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും. അപ്പോൾ ഈ സംഭവം ഇല്ലെങ്കിൽ നമുക്ക് ഉണക്കച്ചാണകവും യൂസ് ചെയ്യാം. ഇത് രണ്ടും ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, മണ്ണ് മാത്രം മതി വളരാനായിട്ട്. ഇപ്പോൾ ഞാൻ ഓപ്ഷണലായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ ഒരു ചെറുതായിട്ട് ഇതിങ്ങനെ ഇത്രയും അളവിൽ ഒന്ന് ഇട്ട് കൊടുക്കുക.
അതിനുശേഷം മണ്ണും ആ ഒരു കമ്പോസ്റ്റും കൂടെ ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇനി നമ്മൾ ഇന്ന് രാവിലെ വെച്ചിരിക്കുന്ന ആ ഒരു മല്ലി വെള്ളത്തിലിട്ട് വെച്ചിട്ട് അപ്പോൾ അതിൻ്റെ കളറൊക്കെ നന്നായിട്ട് ഇവിടെ മാറിയിട്ടുണ്ട്. ഞാൻ രാവിലെ ഇട്ട് വെച്ചിട്ട് വൈകിട്ടാണ് സംഭവം എടുത്തത്. അപ്പോൾ കളറൊക്കെ നന്നായിട്ട് മാറി. ഇനി നമുക്ക് കൈ വെച്ച് മണ്ണും സംഭവം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് വെള്ളം ഒഴിക്കാം. വെള്ളം എന്ന് പറഞ്ഞാൽ പച്ചവെള്ളം. ഇങ്ങനെ ബോട്ടിലാണെങ്കിൽ കുത്തി ഒഴിക്കരുത്, കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു രീതിയിൽ വേണം ഒഴിക്കാൻ. അപ്പോൾ ആ ഒരു കമ്പോസ്റ്റ് മണ്ണ് എന്നൊക്കെ നമുക്ക് കൈ വെച്ച് അല്ലെങ്കിൽ കരണ്ടി വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഓരോരോ മല്ലി ഇങ്ങനെ എടുക്കുക. അതിനുശേഷം ഒന്ന് പാകി കൊടുക്കുക. ചെറുതായിട്ട് ഒരു മല്ലി രണ്ടായിട്ട് വേണം പൊടിയാൻ. അപ്പോൾ പൊടിഞ്ഞില്ലെങ്കിൽ നമുക്ക് കൈ വെച്ച് ഇങ്ങനെ ഒന്ന് അമക്കിയിട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ബാക്കിയുള്ള ആ ഒരു കിളിപ്പിച്ച് വെച്ചതിൻ്റെ ആ വെള്ളവും കൂടി നമുക്കൊന്ന് ഒഴിക്കാം. അതിനുശേഷം ആ കരണ്ടി വെച്ച് കുറച്ചുകൂടെ മണ്ണ് അതിൻ്റെ മേളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അവസാനമായിട്ട് കുറച്ച് വെള്ളം കൂടി ഒന്ന് തളിച്ചു കൊടുക്കുക. അപ്പം നമുക്ക് ഇവനെ ഇനി വളരാൻ അനുവദിക്കാം. അതായത് വെളിച്ചം കിട്ടുന്ന ഏത് സ്ഥലത്താണെങ്കിലും മല്ലി വളരും. ഇപ്പം നമുക്ക് ടെറസിൻ്റെ അറ്റത്തോ അതായത് വീടിൻ്റെ ഏത് പരിസരത്തോ വെച്ചാണെങ്കിലും കുഴപ്പമില്ല. ഇനി നമുക്ക് ഓരോരോ ദിവസത്തെ സ്റ്റേജ് നോക്കാം. അപ്പം ഏകദേശം ഒരു 9-10 ദിവസമൊക്കെ ആകുമ്പോൾ നമ്മുടെ മല്ലി ഇങ്ങനെ മുളച്ച് വരുന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇനിയിപ്പോൾ ഒരു 2 ആഴ്ചയ്ക്ക് ശേഷം നമ്മുടെ മല്ലി ഇത്രയും വളർച്ച എത്തിയിട്ടുണ്ട്. അത്യാവശ്യം ഇലയൊക്കെ കുറച്ച് കറി വെക്കാനുള്ള ഒരു സ്റ്റേജ് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 3 ആഴ്ചയ്ക്ക് ശേഷം നമ്മുടെ മല്ലി നല്ലോണം വളർന്നൊക്കെ വന്നിട്ടുണ്ട്. അതിന് വെള്ളം ഒഴിക്കുന്ന കാര്യം ഞാൻ പറയാൻ വിട്ടു. വെള്ളം ഒഴിക്കുന്ന കേസ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒരു പ്രാവശ്യം വെള്ളം ഒഴിക്കാവുള്ളൂ. വെള്ളം ഒഴിക്കുന്നത് ഒരു സ്പ്രേയറിലോ അറ്റത്ത് ഒരു ബോട്ടിലിൻ്റെ അറ്റത്തൊരു ഹോൾ ഇട്ടിട്ട് സ്പ്രേ ചെയ്യാവുള്ളൂ. അല്ലാതെ കുത്തി ഒഴിക്കരുത് വെള്ളം. പിന്നെ വെള്ളം കൂടിപ്പോയാലും മല്ലിയില വാടിപ്പോകുന്നതാണ്. അപ്പോൾ അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഒരു ഏകദേശം കണക്കാണ് ഞാൻ പറയുന്നത്. ഏകദേശം 4-5 ആഴ്ചകളപ്പോഴത്തേക്കും നമ്മുടെ മല്ലിയൊക്കെ പൂർണ്ണമായിട്ട് ഏകദേശം വളർച്ചയൊക്കെ വന്നിട്ടുണ്ട്. മല്ലിയില കാണാൻ തന്നെ എന്ത് രസമാണ്. നമ്മൾ ഇപ്പോൾ ടെറസിൽ വെക്കുവാണെങ്കിലൊക്കെ നല്ല ഭംഗിയാണ് ഇങ്ങനെ വിടർന്ന് നിൽക്കുന്ന പച്ച കളറിൽ വിടർന്ന് നിൽക്കുന്ന കാണാനായിട്ട്. ഇതിപ്പം ചിക്കൻ കറിയുടെ കൂടെ ആണെങ്കിലും സാമ്പാറിൻ്റെ കൂടെ ആണെങ്കിലും അതുപോലത്തെ വെജിറ്റബിൾ കറീസിൻ്റെ കൂടെ ആണെങ്കിലും ബെസ്റ്റാണ്. അതിൻ്റെ ടേസ്റ്റ് തന്നെ ഒരു വേറെ ലെവലിൽ എത്തിക്കും. അപ്പം ഇതാണ് നമ്മുടെ മല്ലിയിലയുടെ ഫൈനൽ സ്റ്റേജ്. ഒരു മാസത്തോളം പല ഷോട്ട് എടുത്തിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ പൂ വരുന്നതിന് മുന്നേ നിങ്ങൾ മാക്സിമം കറിയിലോട്ടൊക്കെ ഇടാൻ ശ്രമിക്കുക. അപ്പം നമ്മുടെ ഇന്നത്തെ മല്ലിയില കൃഷിയുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അപ്പം അതിനു മുന്നേ ഞാൻ വേറൊരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഞാൻ ഒരു കർഷകനോ അതായത് കൃഷിയായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാളാണ് ഞാൻ പല വീഡിയോസും യൂട്യൂബ് വീഡിയോസും പലരുടെ അഭിപ്രായമൊക്കെ നേടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ എന്നെ ദയവായി കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.